കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി ദൈവം കൂട്ടിവരുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ കൃപയാലാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യേക ദൈവമായ യേശുക്രിസ്തുവിനെ അറിയാൻ അനവധി ആളുകൾക്ക് അവസരം ലഭിക്കാതിരിക്കെ അവര് വിവിധങ്ങളായ ഉപദേശങ്ങൾ കൊണ്ട് ദൈവവചനത്തെ അവരുടേതായ രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പിതാക്കന്മാരായ അപ്പോസ്തലന്മാർ പ്രാപിച്ച അതേ വിശ്വാസം 2 പത്രോസ് 1 വായിക്കുന്നത് പോലെ അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നതും. അപ്പൊ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവരാണ് നമ്മൾ. അവര് കാര്യം എഴുതിയപ്പോൾ എല്ലാവർക്കും വേണ്ടി എഴുതിയെങ്കിലും നമ്മൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും അവർക്ക് ലഭിച്ച അതേ വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഈ അവസാന കാലഘട്ടത്തിൽ, കാലത്തിന്റെ ഈ യുഗത്തിന്റെ അവസാനം കണ്ടു തുടങ്ങിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവഴുത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവനെ ആയി കാണാൻ കഴിഞ്ഞ ചില ആളുകളെ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായി ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം നമുക്കിന്ന് വായിക്കാം. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശുവെന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന നിലയിൽ യേശുക്രിസ്തുവിനെ ആ തലമുറയിൽ അപൂർവം ആളുകൾ മാത്രമാണ് അറിഞ്ഞിരുന്നത്. കാര്യം അവര് ന്യായപ്രമാണത്തെ സംബന്ധിച്ചും പ്രവാചക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും അവർക്ക് അവരുടെ സിനഗോഗുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും, ഒരു മെസ്സിഹായെ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരുന്നുവെങ്കിലും, ആ മെസ്സിഹ വരുമ്പോൾ അവൻ ദൈവമാണ് ആയിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നുവെങ്കിലും വാഗ്ദത്ത മെസ്സിഹായെ അവർക്ക് ആ തലമുറയിൽ അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ അനവധി ആളുകളുടെയും പരാജയത്തിന് കാരണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയ ആളുകളുടെ മക്കളൊക്കെ ഒരുപക്ഷെ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങൾ നോഹയെ വിശ്വസിക്കുമായിരുന്നു എന്ന്. ഒരു സംഭവം ചരിത്രമായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിന് ശേഷം അതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ ആളുകൾ പറയും, ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ, ഇങ്ങനെയെങ്കിൽ എന്നൊക്കെ ഈഫ് ആൻഡ് ബട്ട് ചേർത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് നമ്മൾ എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നുവോ അത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ആരായി തീരും? നമ്മൾ ദൈവമായി തീരും. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചും ഈ ലോകത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് പരിചയക്കുറവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തവരാണ് അധികം ആളുകൾ. നമുക്കറിയാം, വണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നു, പക്ഷെ വണ്ടിയുടെ മെക്കാനിസം നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ വണ്ടി നന്നാക്കാനും അതിൽ പ്രാവീണ്യം, അതിന്റെ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അതിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് ആ മേഖലയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കാം. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും മെഡിക്കൽ സയൻസിലുള്ളവർക്കുള്ളത് നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാവുന്ന പലതും മറ്റുള്ളവർക്കും അറിയില്ല. നാം എല്ലാം അറിയുന്നവരാണ് എങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ യാത്ര അവസാനിച്ചു.
നാം പരിപൂർണരായി തീരും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് പലപ്പോഴും ദൈവം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാവുന്ന അളവിൽ മാത്രമാണ് ദൈവത്തെ തന്നെ തുറന്നു തരുന്നത്. ദൈവം തന്നെയും മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്ക് നമുക്ക് നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പം ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തെ സംബന്ധിച്ചും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തെ എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷമേ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനും ദൈവത്തെ മനസ്സിലാക്കാനേ കഴിയില്ല. കാരണം ദൈവം നമ്മുടെ ബുദ്ധിയുടെ അളവിനനുസരിച്ച് നമ്മുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മുടെ പ്രാപ്തി നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കാതെ എല്ലാം മനസ്സിലായതിനു ശേഷം ഞാൻ ദൈവത്തെ അനുസരിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, അനവധി ആളുകളുമായി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കട്ടെ, കേൾക്കട്ടെ, പാസ്റ്ററോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിനെ നീട്ടി കൊണ്ടുപോവുകയാണ്. എന്നാൽ ദൈവം മുന്നമേ കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്കും ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ തേരിൽ ഇരുന്നു കൊണ്ട് ഒരു ഷണ്ടൻ പ്രവാചക ഗ്രന്ഥമായ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം വായിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ വളരെ താല്പര്യത്തോടുകൂടി വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ട് പോകവേ യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ തേരിനോട് ചേർന്ന് നടക്കുവാനായി അയച്ചു. അങ്ങനെ നടക്കുമ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു ഷണ്ടനോട്, നീ വായിക്കുന്നത് എന്തെങ്കിലും നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, മറ്റൊരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വേലയെ ചെയ്യുവാൻ, ദൈവത്തിന്റെ ആളുകളെ, ജനത്തെ കൂട്ടിവരുത്തുവാൻ അഭിഷേകം ചെയ്തയച്ച ഫിലിപ്പോസിനെ പോലെ ഈ കാലഘട്ടത്തിലും ആളുകളുണ്ട്. അവർക്ക് ദൈവം തന്റെ ആത്മാവിനാൽ ഈ പൊരുളുകൾ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ അറിയിച്ചു കൊടുക്കുമ്പോൾ ഈ ഷണ്ടൻ ഈ പുസ്തകത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു എന്ന് നാം വായിക്കുന്നത്. അങ്ങനെ അത് കേട്ടപ്പോൾ അവിടെ സ്നാനമേൽക്കുക എന്നൊന്നും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആ പുസ്തകത്തിലുണ്ടായിരുന്നോ? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ സ്നാനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഷണ്ടന് മനസ്സിലായി, യേശു ക്രിസ്തുവിനോട് മരിക്കുകയും അടക്കപ്പെടുകയും പുനരുത്ഥാനം ചെയ്യപ്പെടുകയും വേണം. കാരണം അവൻ നമ്മുടെ പകരക്കാരനായി തീർന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവൻ നമ്മുടെ സമാധാനം എന്നാണ്. അപ്പോൾ അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവന് ഫിലിപ്പോസ് ഇതിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം മുഴുവൻ അവന് അറിയിച്ചു കൊടുത്തപ്പോൾ യെരുസലേമിൽ പത്രോസിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിക്കപ്പെട്ട പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ ആരംഭിക്കപ്പെട്ട പാപമോചന സ്നാനത്തെക്കുറിച്ച് കൂടി ഫിലിപ്പോസ് അറിയിച്ചു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അപ്പോൾ ഷണ്ടന്റെ ദൃഷ്ടി, ഷണ്ടൻ ഇപ്പോൾ തേരിലിരുന്നുകൊണ്ട് നോക്കുന്നത് എന്താണ്? വെള്ളമുള്ള സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. അങ്ങനെ പോകവേ ഒരു സ്ഥലത്ത് വെള്ളം കണ്ടപ്പോൾ ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ, തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഷണ്ടൻ തേരിൽ നിന്നിറങ്ങി, അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനം കഴിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ചില ബുദ്ധിമതികളായ ആളുകൾ നമ്മളോട് തർക്കിക്കാൻ വരുമ്പോ ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനം കഴിപ്പിച്ചത് ആരുടെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണെന്ന് വാദിക്കുന്ന ഒരാളുടെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു കാണും.
ഫിലിപ്പോസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലായിരിക്കുമോ ഷണ്ടനെ സ്നാനം കഴിപ്പിച്ചത്? അല്ല. അതിന്റെ കാരണം എന്താ? യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല 8:16 ഫിലിപ്പോസ് ശമരിക്കാരെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് ഉവ്വ് എന്നും ഇല്ല എന്നും, ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് ദൈവം കട്ടാൻ ഡ്രൈയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്താണ്? ഇല്ല എന്ന് തന്നെയായിരിക്കും. ഒരിടത്ത് ഇങ്ങനെയും ഒരിടത്ത് അങ്ങനെയും എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവുള്ളവരുടെ പതിവല്ല. അപ്പം പുസ്തകത്തിൽ 8 പ്രാവശ്യം 8 or 10 സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 സ്ഥലത്ത് മാത്രമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ബാക്കി 4 ഞങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്നവരുണ്ട്. സത്യത്തിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ. കാരണം സത്യം അവരുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടും അത് ഏറ്റെടുക്കാൻ അവർ മനസ്സില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം ദൈവിക മർമ്മങ്ങളെ അടച്ചു വെക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിനുള്ളവയാണ്. എന്നാൽ വെളിപ്പെട്ടിരിക്കുന്നത് നമ്മൾ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്നത്. നമുക്കൊരു കാര്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വെളിപ്പെടട്ടെ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. വെളിപ്പെട്ടോ എങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? വെളിപ്പെട്ട കാര്യങ്ങൾ നാം ഗ്രഹിക്കണം. കാരണം അത് നമുക്കും നമ്മുടെ മക്കൾക്കും നാം അത് ആചരിച്ച് നടക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ വ്യക്തി നഥാനയേലിനെ കണ്ട് അവനോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോ നമ്മൾ അതിനെ ഒന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇങ്ങനെ, ഫിലിപ്പ് ഫൈൻഡത്ത് നഥാനയേൽ ആൻഡ് സെഡ് അൺടു ഹിം, വി ഹാവ് ഫൗണ്ട് ഹിം ഓഫ് whom Moses in the law and the prophets did write എന്ന് എഴുതി. അപ്പൊ അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാർ അവരുടെ ഗ്രന്ഥത്തിലും എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് വന്നാൽ കുറച്ചുകൂടെ അതിനകത്തൊരു ഫുൾ ഒരു സെമി കോളൻ ഉണ്ട്. അവിടെ വരുമ്പോൾ മോസസ് ഇൻ ദ ലോ എന്ന് പറഞ്ഞൊരു കോമ ഇട്ടിട്ട് ആൻഡ് ദ പ്രോഫറ്റ്സ് പ്രവാചകന്മാരിലും മോശ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തി. ഏറ്റവും വലിയൊരു കാര്യമാണ് ആ തലമുറയുള്ള 10,000 ആളുകൾക്ക് ന്യായപ്രമാണവും പ്രവാചക ഗ്രന്ഥങ്ങളും പരിശോധിക്കുന്ന 10,000 യഹൂദന്മാരിൽ നിന്നും ഫിലിപ്പോസ് പറയുകയാണ് നഥാനിയേലോട്, ഞങ്ങൾ അവനെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന ആളുകൾ മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തി. അവിടെ ആരും യേശുവാണ് എന്ന് പറഞ്ഞിരുന്നില്ല. ആമേൻ. വെളിപ്പാടുള്ളവന് മാത്രമേ ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഫിലിപ്പോസ് പറയുകയാണ് നഥാനിയേലോട്, ഞങ്ങൾ അവനെ കണ്ടെത്തി. അവൻ ആരാണ്? അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസ് ഉടനെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു, അല്ലെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ നസറത്തിൽ നിന്ന് എന്താ? ആക്ച്വലി യഹൂദന്മാരുടെ പട്ടണങ്ങളിൽ നിന്നും ഏറ്റവും ചെറിയ ഒരു പട്ടണമായിരുന്നു, അപ്രധാന പട്ടണങ്ങളായിരുന്നു അത് നസറത്ത് എന്നുള്ളൊരു കാര്യം. അപ്പോ ആ പട്ടണത്തിൽ നിന്ന് വിസ്തൃതന്മാരായ പ്രവാചകന്മാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ രാജാക്കന്മാരോ ആരും യെരുസലേമിൽ വാണിരുന്നില്ല. അപ്പോൾ തുലോം നിസാരമായ ഒരു പട്ടണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവൻ വരും എന്നുള്ള കാര്യം അവർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവം എപ്പോഴും എളിമയിൽ നിന്നും മനുഷ്യന് പ്രതീക്ഷിക്കാൻ കഴിയാത്തിടത്തു നിന്നും വരുന്നു. കാരണം അന്നത്തെ പുരോഹിതന്മാരും റബ്ബിമാരും ശാസ്ത്രിമാരും ഒക്കെയും മെസ്സിഹ വരുമെന്ന് വിശ്വസിച്ചിരുന്നു. വരുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ കുടുംബത്തിൽ നിന്ന് വരും, അന്നാവിന്റെയോ കയ്യഫാവിന്റെയോ കുടുംബത്തിൽ നിന്ന് വരും എന്നാണ് വിചാരിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു ലേവ്യ കുടുംബത്തിലെ വിശ്രുതനായ ഒരു വ്യക്തി ആയിരിക്കും അവരുടെ മെസ്സിഹ എന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ എപ്പോഴും ദൈവം ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവം വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെയും ഒക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ കാര്യങ്ങളെ ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. കാരണം എല്ലായ്പ്പോഴും ദൈവം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ദൈവം നോഹയുടെ കാലത്ത് നോഹയെ തിരഞ്ഞെടുത്തപ്പോഴും മോശയുടെ കാലത്ത് മോശയെ തിരഞ്ഞെടുത്തപ്പോഴൊക്കെയും പരിമിതികളുള്ള മനുഷ്യനായിരുന്നു.
പ്രത്യേകിച്ച് ഒരു ലേവ്യനാണെങ്കിൽ പോലും മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു. ഒരു കാര്യം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ശേഷിയില്ലാത്ത ഒരുവനെയാണ് ദൈവം എന്ത് ചെയ്തത്? തന്റെ വിശ്രുതനായ പ്രവാചകനായി തെരഞ്ഞെടുത്തത്. നോഹയെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയിലെ വലിയ പേരും പെരുമയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ ആ കാലഘട്ടത്തെ വലിയ വലിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്നു ആ കാലഘട്ടങ്ങളിൽ അവർ പിരമിഡിനൊക്കെ അടിച്ചിരുന്ന ചായക്കൂട്ടുകൾ, അവര് ഹെർബലുകൾ ഉണ്ടാക്കിയ ആ ചായക്കൂട്ടുകൾ അടിച്ചാൽ 5000-6000 വർഷം വഴി പോയാലും അതിന്റെ കളർ മങ്ങത്തില്ല, സൂര്യതാപം ഏറ്റാലും. അപ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യ അത്രമാത്രം ഉന്നതമായിരുന്നു. കാരണം യാതൊരു എഞ്ചിനീയറിംഗും കൂടാതെ വലിയ വലിയ 5, 6, 8, 10 ഏക്കറുകൾ ഫൗണ്ടേഷനിൽ നിന്നും ഉയർത്തപ്പെട്ടുകൊണ്ടുവരുന്ന വലിയ പിരമിഡ് സ്തൂപങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ആകട്ടെ ഏറ്റവും പെർഫെക്റ്റ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിലുള്ള പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് ഉള്ള സംവിധാനങ്ങളായിരുന്നു. എന്നാൽ ആ തലമുറയിൽ ഒരു കർഷകനായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അന്ന് വരെയും മനുഷ്യൻ കേട്ടിട്ടും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി ദൈവം വിളിച്ചു. അപ്പൊ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അങ്ങനെയുള്ളതാണ്. നമുക്ക് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിന്റെ 19 മുതൽ വായിക്കാം. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുന്നു എന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ വലിയ വിജ്ഞാനികൾ, ഡിബേറ്റേഴ്സ്, തർക്കശാസ്ത്രങ്ങൾ നടത്തുന്നവർ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ അപ്പം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് എന്തിനെ അറിയാൻ കഴിയില്ല? ദൈവത്തെ അറിയാൻ കഴിയില്ല. ലോകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവത്തെ അറിയാൻ വേണ്ടി നമ്മൾ ഒരു തിയോളജി പഠിച്ചാൽ തന്നെ അറിയാൻ കഴിയുമോ? ഇല്ല. എവിടെയാണ് ബൈബിൾ കോളേജുകൾ പരാജയപ്പെട്ടു പോകുന്നത്? നമുക്കറിയാം, ദൈവത്തെ അറിയാൻ നമുക്ക് ഓരോരുത്തർ ഉടനെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ ആളുകൾ അധികം പേരും ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതായ പല ഹൈന്ദവരുടെയും ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുടെയും സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ അവരുടനെ പോയിട്ട് 3 വർഷത്തെ ബൈബിൾ പഠനത്തിന് വേണ്ടി സെമിനാരിയിലേക്ക് പോവുകയാണ്. കർത്താവ് ഈ ഭൂമിയിൽ തന്റെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സെമിനാരികൾ സ്ഥാപിക്കുവിൻ എന്ന് പറഞ്ഞോ? ഇല്ല. ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് യേശു അവരോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബൈബിൾ തിയോളജി എന്ന് പറയുന്ന ദൈവശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന ശാസ്ത്രങ്ങൾ ഉണ്ടായത്? ക്രിസ്റ്റോളജി ഒരു ശാസ്ത്രമാണ്, തിയോളജി ദൈവശാസ്ത്രമാണ്. അതിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തോളജി. കത്തോലിക്കർക്ക് മേരിയോളജി ഉണ്ട്. നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ആന്ത്രോപോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓങ്കോളജി എന്നൊക്കെ പഠിക്കുന്നത് പോലെ ഒരു ശാസ്ത്രമായിട്ട് മനുഷ്യൻ എന്തിനെ മാറ്റി? ദൈവത്തെ മാറ്റി. ആരെയാ മാറ്റിയത്? സർവത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തെ, അവന്റെ സൃഷ്ടികളിൽ കേവലം ഒരു താഴ്ന്ന സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ശാസ്ത്രം ഉണ്ടാക്കി. അതാണ് തിയോളജി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ പറയാണ്, തിയോളജിക്കൽ സെമിനാരികളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന ഒരുത്തനും ആ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുമോ? അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവന് ബൈബിൾ പറയുന്നു ഏകൻ, അവന്റെ ശാസ്ത്രം പറയുന്നു ദൈവം ത്രിയേകൻ. ബൈബിൾ പറയുന്നു ദൈവം ഏകൻ, അവൻ പഠിച്ചിട്ട് പറയുന്നു ദൈവം ത്രിയേകൻ എന്ന് പറയുന്നു. അപ്പൊ ത്രിയേക ദൈവശാസ്ത്രത്തിൽ അവൻ അതിനുള്ള തിയോളജി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് അവൻ ദൈവശാസ്ത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ദൈവത്തിന്റെ ട്രിനിറ്റിയെ കൊണ്ട്, ത്രിതീയസം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറയുന്ന ഡോക്ട്രിൻ ഉണ്ടാക്കിയെടുത്തത് അവിടുന്ന്. അതുപോലെ അതിനെ പിന്നെ എലാബറേറ്റ് ചെയ്യാണ്. പഴയ നിയമത്തിലേക്ക് അവൻ പോയി ചെന്നിട്ട് എവിടെ പ്രാവിനെ അല്ലെങ്കിൽ എവിടെ കാറ്റ് കണ്ടാൽ അത് അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ അതിനുമേലെ വെള്ളം ഓളം വെട്ടി കണ്ടു കഴിഞ്ഞാൽ അതിനുമേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനം കണ്ടാൽ അത് പരിശുദ്ധാത്മാവായി. അതുപോലെ
നാം ഇറങ്ങിച്ചെന്ന് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളായി, അവർ അന്യോന്യം സംസാരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിൽ നിന്നും ഇവിടെ പറയാണ്, ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്താൽ രക്ഷിപ്പിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പൊ ദൈവത്തിന് ഇതിനെ ഭോഷത്വമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസംഗത്തിന്റെ ഭോഷത്വം എന്ന് പറയാം. ബൈബിൾ ശാസ്ത്രമല്ല, ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യന്റെ പ്രസംഗം കൊണ്ട് ഇല്ലാതെയാക്കി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ശാസ്ത്രം നോഹയുടെ കാലത്ത് പറഞ്ഞു, വെള്ളമോ അങ്ങനെ ഒരു സംഭവമില്ല, ആകാശത്തിൽ വെള്ളമില്ല, മഴയില്ല, ഈ കിളവൻ എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് നേരെ ചോദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അത് കേട്ട് നിർത്തിയോ? ഇല്ല. കാരണം എന്താ? ദൈവം പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ദൈവം കൽപ്പിച്ചതുകൊണ്ട് മോശയ്ക്കറിയാം പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിനോ അന്നത്തെ ആ ഉയർന്ന സാങ്കേതിക വിദ്യയ്ക്കോ ആകാശത്ത് വെള്ളമില്ല എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെങ്കിലും എന്റെ ദൈവം മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞാൽ പെയ്യിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവനായിരുന്നു ആര്? നോഹ എന്ന പ്രവാചകൻ. അപ്പം നോഹയുടെ പ്രസംഗത്താൽ ദൈവം ലോകജ്ഞാനത്തെ വെല്ലുവിളിച്ചു. അവര് തിരികെയും വെല്ലുവിളിച്ചു. പക്ഷെ അൾട്ടിമേറ്റ്ലി അവസാനമായി എന്ത് സംഭവിച്ചു? അവസാനം ദൈവം പറഞ്ഞത് സംഭവിച്ചു. ലോകജ്ഞാനികളെല്ലാം ഭോഷന്മാരായി, ജീവനറ്റവരായി, വെറും വെള്ളം കുടിച്ച് വീർത്ത ശവങ്ങളായി വെള്ളത്തിന് മീതെ ഒഴുകി നടന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിക്കാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്കറിയാം, യഹൂദന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, അവർക്ക് എന്തിനും ഒരു അടയാളം വേണം. അവർ യേശുവിന്റെ അടുത്ത് പറഞ്ഞു, അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കറിയാവല്ലോ കാലലക്ഷണങ്ങൾ. ആകാശം ചുമന്ന് കാണുമ്പോൾ നിങ്ങൾ പറയും സൂര്യനാണ് എന്ന് പറയും, മഴക്കാറ് കാണുമ്പോൾ മഴ പെയ്യുന്നു പറയും. അപ്പൊ കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് എല്ലാത്തിനും അടയാളങ്ങളുടെ ആളുകളാണ്. അതുപോലെ ജാതികൾക്ക് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്തു. ഇപ്പൊ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ യവനന്മാരുടെ പരിപാടി ജ്ഞാനം അന്വേഷിച്ച് കണ്ടെത്തുക. ആമേൻ. എന്നാൽ ഞങ്ങളാകട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് കാണുന്ന സത്യത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തു. ക്രിസ്തു ആരാണ്? ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ക്രിസ്തു ദൈവത്തിന്റെ നിന്നും പുറപ്പെട്ടു വന്ന രണ്ടാമനായിട്ടല്ല പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് എന്നാണ് അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ദൈവത്തിന്റെ ശക്തിയാണ്. ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനമാണ്. എന്ന് വെച്ചാൽ ദൈവവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവവും ദൈവത്തിന്റെ ശക്തിയും രണ്ടാണോ? അല്ല, ഒന്നാണ്. അത് ഒന്നായിട്ടിരിക്കുന്നു. അത് പ്രവൃത്തിയിലേക്ക് വെളിപ്പെടുമ്പോഴാണ് അത് പ്രവൃത്തിയായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവർത്തികൾ നിമിത്തം വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ എന്തിനു പറയണം? ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും. അടുത്ത വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളെ അറിയില്ല. ആരോടാ പറയുന്നേ? കൊരിന്ത്യ സഭയിലുള്ള ആളുകളോട് പറയാണ്, നിങ്ങളുടെ വിളിയെ നിങ്ങളൊന്ന് നോക്കുക. ഈ വിളിക്കപ്പെട്ട് ഈ ആലയത്തിൽ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ലോകത്ത് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനായിട്ട് നിങ്ങളിൽ ആരും തന്നെ ആരില്ല, ജ്ഞാനികളായ ആരും തന്നെ ഇല്ല. ഓക്കെ, ബലവാന്മാരും ഏറെയില്ല. അതായത് ഗോലിയാത്തിനെ പോലെയോ സിംസോനെ പോലെയോ വലിയ ശക്തന്മാരായി എന്ന് പറയാൻ കഴിയുന്ന വലിയ ആളുകളൊന്നും എന്തില്ല, സഭയ്ക്കകത്തില്ല. പിന്നെ കുലീനന്മാരും ഏറെയില്ല. എന്ന് പറയുന്ന നോബിൾ ഫാമിലി, അങ്ങനെ വലിയ മഹിമ പറയുന്ന കുടുംബങ്ങളുണ്ടല്ലോ നമുക്കൊക്കെ. ഇന്ന കുടുംബയോഗം എന്നൊക്കെ പറയുന്നു. അതങ്ങോട്ട് ചെന്ന് അവര് തോമാസ് ലീഗ അവരെ കൊണ്ട് എത്തിക്കും. അവര്
തോമസ് ലീഹയെ കൊണ്ടുവന്ന് അവിടുന്ന് ബാപ്റ്റിസം കഴിച്ചവരാണ് ഞങ്ങളൊക്കെ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇദ്ദേഹവും പറഞ്ഞു. ആരാണ്? തോമസ് കുട്ടി ബ്രദർ, തങ്കുവിന്റെ ജോഡി പ്രസംഗം പറഞ്ഞു. ഞങ്ങൾ തോമസ് ലീഹ സ്നാനം കഴിപ്പിച്ച കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ അപ്പൻ ആനപ്പുറത്തിരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുണ്ടിക്ക് തഴമുണ്ടാകും. അപ്പോ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ ആയിരിക്കാം ഇവർ ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് ചെന്ന് തലമുറകൾ പുറകോട്ട് പോയി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ തോമസ് ലീഹ സ്നാനം കഴിപ്പിച്ച് കുടുംബത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തില് അവിടെ വലിയ റിസർവേഷൻ ഉണ്ടോ? ഒരു റിസർവേഷനും ഇല്ല. അപ്പൊ കുലീനത്വം ഒന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ കുലീനന്മാരുടെ കുടുംബമാണ്, പേരുകേട്ട കുടുംബമാണ് എന്നൊന്നും പറഞ്ഞാൽ യാതൊരു കാര്യവും ദൈവസന്നിധിയിൽ വിലപ്പോകയില്ല. ആമേൻ. അതുകൊണ്ട് കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ പരിപാടി ഈ ലോകത്തിന്റെ ജ്ഞാനികളെ ഭോഷത്വം കൊണ്ട് ലജ്ജിപ്പിക്കുക, നാണം കെടുത്തുക എന്നുള്ളതാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയെന്ന് പറയുന്നുണ്ട് അടുത്ത വാക്യം. എന്തിനാണ്? ഒരു ജഡവും, ബൈബിള് വിശുദ്ധനായാലും എന്തായാലും ദൈവത്തിന്റെ കണ്ണിൽ ഒരു ജഡവും പ്രശംസിക്കരുത്. ഞാൻ കുലീനനായതുകൊണ്ടാണ് എന്നെ കർത്താവ് തെരഞ്ഞെടുത്തത്. ഞാൻ ബലവാനും ശക്തനുമായതുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ ക്രിസ്റ്റോളജിയും തിയോളജിയും പഠിച്ചുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ഒരുത്തനും പറയാതിരിക്കേണ്ടതിന് ദൈവം ഇതെല്ലാം അട്ടിമറിച്ചിട്ട് കുലഹീനമായതിനും ബലഹീനമായതും അജ്ഞാനിയെയും തെരഞ്ഞെടുത്തു. അവിടെയാണ് എനിക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രശംസ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശംസ, നമ്മൾ ഈ ബലഹീനവും കുലഹീനവും അതുപോലെ അജ്ഞാനത്തിലും വളർന്നു വന്നതുകൊണ്ടാണ്. നമ്മൾ ക്രിസ്റ്റോളജി പഠിച്ചിരുന്നെങ്കിൽ, നമ്മൾ തിയോളജി പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ സ്വീകരിക്കില്ലായിരുന്നു. കാരണം ദൈവത്തിന്റെ വഴി ഈ ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങൾക്ക്, തിയോളജികൾക്ക് എതിരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമുക്ക് നീതിയും, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും അതുപോലെ തന്നെ ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീരുവാൻ ഇടയായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുക, സമയത്ത് ദൈവത്തെ അറിയുക, നാം അറിയേണ്ടുന്ന സമയത്ത് ദൈവത്തെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, യെരുശലേമിൽ ശീമോൻ എന്ന് 25 മുതൽ വായിച്ചു. 25 മുതൽ. യെരുശലേം ശീമോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ പറയുകയാണ്, യെരുശലേമിൽ ആ കാലത്ത് ശീമോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യനെ സംബന്ധിച്ച് ബൈബിൾ പറയുകയാണ്, അവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. മാത്രമല്ല ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ഇന്നും ആശ്വാസം കണ്ടെത്താത്ത ഒരു രാജ്യമാണ്. എല്ലാ കാലത്തും അവരുടെ ആശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ദൈവമായിരുന്നില്ല, അവർ തന്നെയായിരുന്നു. ദൈവം അവരെ പ്രത്യേകമായി അവർക്ക് അവരുടെ അരുളപ്പാടുകൾ കൊടുത്ത ഒരു വിശുദ്ധ ജനതയായി സൂക്ഷിച്ചെങ്കിലും അവർക്ക് ജാതിയന്മാരെ പോലുള്ള രാജാക്കന്മാരെ വേണമായിരുന്നു. അതുപോലെ അവരെപ്പോഴും ദൈവത്തോട് മറുതലിക്കുന്നവരായിരുന്നു. എന്നാൽ ആ ഇസ്രായേലിന് കർത്താവ് പറയണ, അവർക്ക് വെച്ച് കെട്ടാൻ മരുന്നുമില്ല, മുറിവിലിടാൻ ലേപനവും ഇല്ലെന്ന് പ്രവാചകൻ പറയുക. അപ്പൊ അവര് പൂർണ്ണമായും വ്രണബാധിതരായ ഒരു ജനം. അപ്പൊ ഇസ്രായേൽ ഒരു ജനത എന്നുള്ള നിലയിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ, കാരണം ഇസ്രായേൽ ചിതറിക്കപ്പെട്ട് കിടക്കുക, അങ്ങനെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളത് ദൈവവചനത്തിലെ വാഗ്ദത്തം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആര്? ഈ ശീമോൻ. വായിച്ചു.
മാത്രമല്ല അവന്റെ മേലെ എന്തുണ്ടായിരുന്നു? നമ്മൾ പുതിയ നിയമത്തിലെ ആദ്യ ഏടുകളിൽ നമുക്ക് ആരിലെങ്കിലും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കാണുന്ന ആദ്യത്തെ വ്യക്തി ഇതാ. മറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. നമുക്കറിയാം സക്കറിയാവിന്റെ മേൽ, എലിസബത്തിന്റെ മേൽ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഓക്കെ, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവനല്ല. അപ്പൊ കർത്താവിന്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും കർത്താവല്ല, കർത്താവ് എന്ന് പറയുമ്പോൾ എല്ലാരും പറയുന്നത് യേശു എന്ന് പറയും. അപ്പൊ യേശുവിന്റെ ക്രിസ്തു ആണോ ഇവിടെ പറയുന്നത്? അല്ല. ഇവിടെ കർത്താവ് എന്ന് പറയുന്ന ആരാണ്? യഹോവയാ. യഹോവയുടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? യഹോവയുടെ അഭിഷിക്തൻ അല്ലെങ്കിൽ മസിഹ, വീണ്ടെടുപ്പുകാരൻ എന്ന് വെച്ചാൽ യഹോവ തന്നെ ആരായിത്തീരുന്നു? വീണ്ടെടുപ്പുകാരനായിത്തീരുന്നു. അതാണ് നമ്മൾ യെശയ്യാവ് 12:2 വായിക്കുന്നത്. അവൻ നമ്മുടെ രക്ഷയായി തീർന്നു. ഹി ഹാസ് ബിക്കം അവർ യേശുവ. ഹി ഹാസ് ബിക്കം അവർ സാൽവേഷൻ. യാവേ ബിക്കം അവർ സാൽവേഷൻ. യാവേ ബിക്കം യേശുവ. അപ്പോൾ ആ ക്രിസ്തു എന്താണ്? കാണാതെ മരിക്കയില്ല എന്നും കൂടി അവന് എന്തുണ്ടായിരുന്നു? അരുളപ്പാടുണ്ടായിരുന്നു. അപ്പം ഈ മനുഷ്യൻ ആ തലമുറയിലെ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു മനുഷ്യനായിരുന്നു. കാരണം ആ മനുഷ്യൻ വയസ്സിയെന്ന് കണ്ണുപോലും കാണാനാവാതെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് അവന് ഉണ്ടായിരുന്ന ഒരു ആത്മനിയോഗം ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. അവനെ ആര് നിയോഗിച്ചു? പരിശുദ്ധാത്മാവ് നിയോഗത്താൽ അവനിവിടെ ദേവാലയത്തിൽ ചെന്നു. എന്തുകൊണ്ട് ആ സമയത്ത് ചെന്നതെന്ന് ഇപ്പോ വായിക്കണമെങ്കിൽ ആ സമയത്ത് ആത്മനിയോഗത്താൽ ചെല്ലുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താ? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കയില്ല എന്നുള്ള അരുളപ്പാട് അവനുണ്ടായിരുന്നു. ആ അരുളപ്പാടിൻ പ്രകാരമുള്ള ന്യായപ്രമാണത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൈതലായ യേശുവിനെ അമ്മയും അപ്പനും ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്ന സമയത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തിയെ ദേവാലയത്തിൽ ആത്മനിയോഗത്താൽ കൊണ്ടുവന്നു. വായിച്ചു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ അവനെ കൈയിലേന്തി പുകഴ്ത്തി. അമ്മയപ്പനും ന്യായപ്രമാണ പ്രകാരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ ദേവാലയത്തിൽ പ്രതിഷ്ഠയ്ക്ക് കൊണ്ടിരുന്ന ആ പ്രതിഷ്ഠയുടെ ഭാഗമായി കൊണ്ടുവന്നപ്പോൾ സീമോൻ ആ കൊച്ചിനെ കയ്യിലേക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അപ്പോൾ സീമോൻ കണ്ടു. ആരെ കണ്ടു? ഇസ്രായേലിന്റെ ആശ്വാസത്തെ കണ്ടു, ഇസ്രായേലിന്റെ രക്ഷയെ കണ്ടു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ, ആരുടെ രക്ഷയാ? യഹോവയുടെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇത് യഹോവയുടെ രക്ഷയെന്ന് പറയുന്നതിന് പകരം തൃത്തക്കാരെല്ലാം പറയും ഇത് രണ്ടാമത്തവൻ. ഒന്നാമത്തവൻ സൃഷ്ടിക്കുന്നു, രണ്ടാമത്തവൻ രക്ഷിക്കുന്നു, മൂന്നാമത്തവൻ പരിപാലിക്കുന്നു എന്ന് പറയാം അവര്. ഹിന്ദുവിലേക്ക് എന്ന് കഴിഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന ഒരു ത്രിയേകത്വമുണ്ട്. അതാരാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ്. അപ്പൊ അതേപോലെ ഒരു സംവിധാനമാണ് ഇവിടെ പറയുന്ന ഈ ദൈവം, അല്ലെങ്കിൽ ഈ ട്രിനിറ്റിയറിയിലെ രണ്ടാമത്തവൻ. ഇവിടെ പറയുന്നു ഇത് യഹോവയുടെ രക്ഷയാണെന്നാണ് പറയുന്നത്. അപ്പൊ ബൈബിൾ ഉടനീളം പഴയ നിയമത്തിൽ പറയുകയാണ്, മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയുടെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു എന്ന് ആര് പറയുന്നു? സീമോൻ പറയുകയാണ്. അതുപോലെ തന്നെ പീലിപ്പോസ് നഥാനിയേലിനോട് പറയുകയാണ്, ആ രക്ഷയെ ഞാൻ കണ്ടു. അപ്പൊ പീലിപ്പോസ് അപ്പോഴാണ് ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പക്ഷെ ഈ മെസ്സിയ വരുമ്പോൾ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നുകൊണ്ട് അവൻ നസ്രത്തിൽ നിന്ന് ജനിച്ചു വളരണം. കാരണം ദൈവിക കാര്യങ്ങൾ എപ്പോഴും എളിമയിൽ നിന്നും നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നും വരുന്നു. ദൈവത്തിന് തന്റെ അഭിഷിക്തന്, അല്ലെങ്കിൽ ദൈവം രക്ഷയായി ഈ ലോകത്തേക്ക് വരുമ്പോൾ ഈ സർവ്വഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന് ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് വരാൻ കഴിയുമായിരുന്നില്ലേ? എന്നാൽ ദൈവം ഒരിക്കലും
അങ്ങനെയുള്ള വഴികളിൽ തിരഞ്ഞെടുക്കത്തില്ല. ദൈവം ഏറ്റവും എളിമയായ വഴിയിലൂടെ തിരഞ്ഞെടുക്കും. അത് ആർക്കാണ്? അനേക ബുദ്ധിമാന്മാർക്ക് ഇടർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യന് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ എല്ലാ കാഴ്ചപ്പാടും മാറും. അവന്റെ നടപ്പിന്റെ രീതി മാറും, സംസാര ശൈലി മാറും, അവന്റെ സ്റ്റാച്ചർ, അവന്റെ പ്രകടമായ ശരീരത്തിന്റെ പ്രകടനങ്ങളിൽ മാറ്റം വരും, അവന്റെ ജീവിത ശൈലിയിൽ മാറ്റം വരും, അവന്റെ ഇടപാടുകൾ മാറ്റം വരും. മുമ്പ് താഴ്ന്ന നിലയിലുള്ളവരോട് ഇടപെട്ടിരുന്നത് അകലം പാലിക്കും. അവരോടുള്ള ബന്ധത്തിൽ നിന്ന് അകലെ സൂക്ഷിച്ച് ധനവാന്മാരോടും ശ്രേഷ്ഠന്മാരോടുമുള്ള ബന്ധത്തിലേക്ക് മാറ്റും. എന്നാൽ മനുഷ്യനെ പോലെയല്ല ദൈവത്തിന്റെ കാര്യങ്ങളെ ദൈവം ഒരിക്കലും മാറ്റം വരുത്തുന്നില്ല. ദൈവം ഒരിക്കലും തന്റെ പ്രകൃതത്തിന് മാറ്റം വരുന്നില്ല എന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുകയാണ്. മാറ്റം വരാത്ത രണ്ട് കാര്യങ്ങൾ: ദൈവം കള്ളം പറയില്ല, ദൈവം വാക്കുമാറ്റി പറയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എങ്ങനെ തന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ അത് തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശീമോൻ അവരെ അനുഗ്രഹിച്ച അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയത്തിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അപ്പോ പിന്നീട് ഈ മെസ്സിഹ കാൽവരി ക്രൂസിൽ മരിക്കുമ്പോൾ ജന്മം കൊടുത്ത അമ്മ എന്നുള്ള നിലയിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെയും ഒരു പ്രവചനമായിരുന്നു. എന്നാൽ ഇത് മറിയത്തിന് കാര്യം മനസ്സിലായില്ല, എന്താണ് സംഭവം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഒന്നാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് 47 വാക്യം. നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പൊ വല്ല നന്മയും നസ്രത്തിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? നസ്രത്തിൽ നിന്ന് നന്മയൊന്നും വരാനില്ലെന്നാണ് പറഞ്ഞേ. അല്ല, വന്ന് കാണുക എന്ന് പറഞ്ഞു. ആരടുത്ത് വന്ന് കാണണം? ഈ പറയുന്ന ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചക ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാരും അരുളി ചെയ്തവനെ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ അവൻ നസ്രായനായ യേശു ജോസഫിന്റെ മകൻ എന്ന് പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? വന്ന് കാണുക, നന്മ വല്ല വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടിട്ട് പറയുക, അനുഭവിക്കുക, അനുഭവിച്ചറിഞ്ഞിട്ട് പറയുക, ഞാൻ പറയുകയല്ല. നമുക്കറിയാം, സമരിയക്കാരത്തെ സ്ത്രീ യേശുവിനെ കണ്ട് യേശു സംസാരിച്ചതിന് ശേഷം അവൾ ഓടി ചെന്നിട്ട് പിന്നെ അവള് പകൽ അധികം പബ്ലിക്കിന്റെ പ്രസൻസിൽ ചെല്ലാനില്ലാത്ത ആ സ്ത്രീ ഓടി ജനങ്ങളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? 4-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം. വാക്യം. അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണീൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ വചനത്താൽ അനുഭവിച്ചറിഞ്ഞവരാ, ആണോ? അതെ. അപ്പൊ വചനത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ജീവന്റെ ഭാഗമായി തീരുകയുള്ളൂ. പക്ഷേ ആ സ്ത്രീക്കും അന്നത്തെ പരീക്ഷന്മാർക്കും ശാസ്ത്രന്മാർക്കൊന്നും അറിയില്ല. പക്ഷെ അവൾ പറയണം, ഒരു പക്ഷേ അവൻ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവൻ അവരോട് ഉത്തരം പറഞ്ഞു. അപ്പം യേശു ക്രിസ്തുവിനെ ഈ സമരിയക്കാരി സ്ത്രീക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അന്നത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് യേശു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എവിടെയാ? ദേവാലയത്തിൽ പഠിപ്പിക്കുകയും ഒക്കെ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർക്ക് മനസ്സിലായോ? ഇല്ല, അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. കാരണം അവര് ശാസ്ത്രീയമായ നിലകളിൽ അവരൊരു മെസ്സിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ വളരെ എളിമയുള്ള നിലയിൽ പിറക്കാൻ ഒരിടം പോലും ഇല്ലാതെ പുറത്ത് വെളിയിൽ പ്രസവിച്ച് ജനിക്കേണ്ടി വന്ന അവരുടെ മെസ്സിഹായെയാണ് ദൈവം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ആ സന്ദേശം പോയതാകട്ടെ, സന്ദേശം പോയത് കന്നാവിന്റെ ഹൈഫാവിന്റെ കൊട്ടാരത്തിലേക്കാണോ? അല്ല, സ്വാഭാവികമായിട്ടും പോകേണ്ടത് അവിടെയായിരുന്നു. എന്നാൽ പോയത് എവിടേക്കാണ്?
ആട്ടിടയന്മാരാണ്. ജനിച്ചത് ആടായതുകൊണ്ട് മെസ്സേജ് ആട്ടിടയന്മാരുടെ അടുക്ക പോയി. ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ള ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ കുഞ്ഞാടായതുകൊണ്ട് കുഞ്ഞാടിന്റെ സന്ദേശം ഇടയന്മാരുടെ അടുക്കിലേക്ക് പോയി. അപ്പം ദൈവം എല്ലാ കാര്യവും മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും വിരോധമായി അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായി ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നഥാനിയേൽ നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. യേശുവിന് എന്തറിയാം? ഒരാളെ കണ്ട അവൻ ആരാണെന്ന് അറിയാം. യേശുവിൽ ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പോൾ ഇവൻ വരുന്നത് കണ്ടപ്പോഴേ പറഞ്ഞു, ഇവൻ ആരാണ്? കാപട്യമില്ലാത്തൊരു നിഷ്കളങ്കൻ എന്നുള്ളതാണ്. ദൈവം അതിന് നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോ, ദൈവസഭയിലും ഉള്ള ഒരു ദൈവദാസന് പോലും അറിയാം ദൈവം അതിനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ എത്രമാത്രം കളങ്കമുണ്ട്, എത്രമാത്രം നിഷ്കളങ്കനാണ് എന്നുള്ള കാര്യമൊക്കെ. യേശു അവന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ ഇസ്രായേലിൽ അവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ നഥാനിയേൽ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. നഥാനിയേൽ വിചാരിച്ചു എന്നെ കാപട്യം, ഇപ്പൊ നഥാനിയേലിന് തന്നെ ഒരു ഉറപ്പുണ്ട്, എന്താണ് തനിക്ക് വലിയ കാപട്യമൊന്നുമില്ല, അതാ ഒരു നല്ല മനുഷ്യനാ, എന്നെ എങ്ങനെ ഈ മനുഷ്യൻ അറിയും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയണം, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു അത്തിയുടെ കീഴിൽ ഇവൻ ഇരിക്കുന്നത് നമ്മൾ കാണുന്ന പോലെ കണ്ടില്ല, മറിച്ച് യേശു ദർശനത്തിൽ അത്തിയുടെ കീഴിൽ നഥാനിയേൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നഥാനിയേൽ പറയുകയാണ്, റബ്ബി, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ആരാണ് നീ? നീ ദൈവപുത്രനാണ്, മാത്രമല്ല നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒന്നാമത്തെ കുറുവാക്യമെന്ന് നമ്മൾ വായിച്ചത് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടുന്നാണ്. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ എവിടെയെല്ലാം ഈ വീണ്ടെടുപ്പുകാരനെ നമുക്ക് കാണാൻ കഴിയും, എവിടെയെല്ലാം ഈ രക്ഷകനെ കാണാൻ കഴിയും, എവിടെയെല്ലാം ഈ ദൈവത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ കാണാൻ കഴിയും. അത് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയാണെങ്കിൽ, ആവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ മോശയെ പോലെ പ്രവാചകനാണെങ്കിൽ, അത് മിക്കായേൽ ഇസ്രായേലിനെ ഭരിക്കാൻ ഉദയം ചെയ്യുന്ന രാജാവാണെങ്കിൽ, അത് യെശയ്യാവ് 7:14 ദൈവം നമ്മോട് കൂടെയുള്ള ഇമ്മാനുവേലാണെങ്കിൽ, യെശയ്യ 9:6 നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ ജനിക്കുന്ന ശിശുവാണെങ്കിൽ, ഹല്ലേലൂയ, സെഖര്യാവിൽ അത് ഹല്ലേലൂയ യെരുസലേമിലേക്ക് രാജകീയ പ്രവേശനം ചെയ്യുന്ന രാജാവാണെങ്കിൽ, അങ്ങനെ നിരവധി അനവധി പ്രത്യക്ഷതകൾ ഈ മെസ്സിഹയെക്കുറിച്ച് കാണാൻ കഴിയും. എന്നാൽ നാം കാണുന്ന പോലെ തന്നെ ട്രിനിറ്റിക്കാരെല്ലാം ഇതും കാണുന്നുണ്ട്. ഇവരിതൊന്നും നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, ഒറ്റ വ്യത്യാസമുള്ളൂ, ഇത് അവർക്ക് രണ്ടാമത്തെ ആളാണ്. നമ്മളെ സംബന്ധിച്ച് ഏകനാണ് ദൈവം എന്ന് പറയുന്നു, നമുക്ക് ദൈവം ഏകനെ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ദൈവം ഏകനാണ്, നമുക്ക് ദൈവത്തിൽ കൂട്ടവകാശികളില്ല, ദൈവത്തിൽ അന്യോന്യം ആലോചിക്കാൻ വേണ്ടി ആലോചനക്കാരില്ല. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 29-30 സ്നാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സ്നാനം ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയാണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞപ്പോ സ്നാനത്തെക്കുറിച്ച് എന്ത് ചെയ്തു? 3 പേരും കൂടെ ആലോചിച്ചു. ഈ പരിപാടി എങ്ങനെ നമുക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം, ഇതിങ്ങനെ സഭയ്ക്ക് ഇത് കൊടുക്കണോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സ്നാനം യോഹന്നാന്റെ സ്നാനത്തിലൂടെയാണല്ലോ സ്നാനം മുഴുകൽ സ്നാനമായി നമ്മൾ ഭൂമിയിൽ കാണുന്നത്. അപ്പം അദ്ദേഹമാവട്ടെ IPCയുടെ സീനിയർ പാസ്റ്റർ, 83 വയസ്സുള്ള പാസ്റ്റർ. അപ്പം അദ്ദേഹം സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്, അതുകൊണ്ട് അവർ 3 പേരും ആലോചിച്ചു എന്നാ പറയുന്നത്. മാത്രമല്ല, പിതാവ് പുത്രനോട് പറഞ്ഞു, പുത്ര, യേശുവിന് അന്ന് പേര് യേശു എന്നായിരുന്നില്ല, പുത്ര എന്നായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് പുത്ര എന്ന് വിളിച്ചു. മോനെ നമ്മൾ വിളിക്കല്ലേ, മോനെ നീ പോയി ഒരു സാധനം വാങ്ങിച്ചോണ്ട് എന്ന് പറഞ്ഞത്, മോനെ നീ പോയി രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം
ചേരാത്ത ചില സംഗതികളായിട്ട് നമുക്ക് തോന്നുന്നു. അവർക്ക് തോന്നുമ്പം അതെല്ലാം ചേരുന്നതായിട്ട് തോന്നുന്നു. അതാണ് എന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. നമുക്ക് ചേരാൻ കഴിയാത്തതായി, മുഴച്ചു നിൽക്കുന്നതായി, അസ്വാഭാവികമായി തോന്നുന്നതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുക. ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ എന്താ? ആലോചന എന്ന വാക്കിന് ഇംഗ്ലീഷിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? കൗൺസിൽ എന്നാ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ അഭിപ്രായമാണ് അത്. ആലോചന എന്ന് പറയുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ ആലോചന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ആലോചിക്കണമെങ്കിൽ ഒരാൾ തന്നെ എങ്ങനെയാ ആലോചിക്കുന്നത്? ആലോചിക്കാവോ? ഒരാൾക്ക് തന്നെ ആലോചിക്കത്തില്ലേ? നമ്മൾ ചിന്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആലോചന എന്ന് പറയുന്നത്. നമ്മൾ പലതും ചെയ്യാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് കൂർക്ക ഉണ്ടാക്കാം എന്ന് കറി വെക്കാന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ ആലോചനയാണ്, അല്ലെ? എന്ത് ചെയ്യുന്നു, എന്തായിരിക്കും കറി വെക്കുന്നത്? അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ആലോചന വരും, എന്തെങ്കിലും ഇവിടെ കിടപ്പുണ്ടോ എന്നൊരു ആലോചന വരും. അപ്പൊ ആ കിടക്കുന്ന സാധനം എടുത്ത് അത് ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ അത് സ്വയം ചെയ്യുന്നതിനെയും എന്തെന്ന് പറയാം? ആലോചനയാണ്. അപ്പം പക്ഷെ ഈ ദൈവത്തിൽ 3 ആളുകൾ ഉള്ളപ്പോൾ പിന്നെ അവർക്ക് ആലോചിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം അവർക്ക് തമ്മിൽ ആലോചിക്കാം, മോനെ ഇന്ന് കൂർക്ക വെച്ചാലോ, അല്ലെ? അപ്പൊ എന്നിങ്ങനെ പറയുന്ന പോലെ സ്നാനം നമുക്ക് ഒരു കൽപ്പനയായിട്ടും കൊടുത്താലോ, 3 പേരെ വിളിച്ചിട്ട്. കാരണം ഇവർ തുല്യന്മാരാണ് എന്നാ പറയുന്നത്. എന്നാൽ ഈ തുല്യനായെന്ന് പറയുന്ന യേശു തന്നെ വന്ന് പറയാണ്, ഞാൻ എന്റെ പിതാവ് എന്നെക്കാളും വലിയവനാണ്. പെന്തക്കോസ്തുകാരുടെ അളവിൽ ദൈവം 3 തുല്യന്മാരാണ്. നിത്യത മുതൽ നിത്യത വരെയും 3 തുല്യന്മാർ. 3 പേർക്കും കൂടെയുള്ള പേരാണ് യഹോവ എന്നാ പറയുന്നത്. യഹോവ പറയാണ് ഞാൻ ഒരുത്തൻ മാത്രമെന്ന്, അല്ലെ? ഇവർ പറയുന്ന യഹോവ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കളക്റ്റീവ് നെയിമാണ്. അങ്ങനെ 3 പേർക്കുള്ള പേരാണ് യഹോവ എന്ന് പറയുന്നത്. യഹോവ പറയുന്നു, എന്റെ കൂടെ ആരും ഇല്ല, എനിക്ക് ആരെയും അറിയത്തില്ല. അവരുടെ വേർഷനിലാണ് എനിക്ക് യേശുവിനെ അറിയത്തില്ലെന്നായിരിക്കും പിതാവ് പറഞ്ഞല്ലേ. സത്യത്തിൽ യേശു തന്നെയാണ് പിതാവ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ അറിയത്തില്ലെന്ന് പറയുന്ന പോലെ ആവും, അല്ലെ? ഞാൻ പറയാണ് ജോസ് വർഗീസ് എന്ന് എനിക്ക് എന്നെ അറിയത്തില്ലെന്ന് പറയുന്ന പോലെയാണ് യേശുവിനെ അറിയത്തില്ല എന്ന് പിതാവ് പറഞ്ഞാൽ. കാരണം പിതാവ് ആരാണ്? പിതാവ് ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു. ഈ സത്യം, ഈ വെളിച്ചം, ഈ വെളിപ്പാട് ദൈവം മുൻ നിയമിക്കപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇതിനെ മനസ്സിലാക്കി ഗ്രഹിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേലിന് തന്നെ പല കുടുക്കും കണിയും വെച്ചതുപോലെ തന്നെ പുതിയ നിയമവിശ്വാസികൾക്കും ദൈവത്തെ അറിയാതെ ഇരിക്കാൻ വേണ്ടി പല കുടുക്കും കണിയും ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ഈ കുടുക്കില് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവ് എന്നെ അയച്ചു എന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ അയച്ചിട്ട് ഞാൻ ലോകത്തിലേക്ക് വന്നു എന്നിങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവർ പഠിപ്പിക്കാൻ എടുത്തിരുന്നത് ഈ വചനങ്ങളെല്ലാം അവർക്ക് എന്തായി തീർന്നു? കുടുക്കും കെണിയുമായി തീർന്നു. അയച്ചു എന്ന് പറയുമ്പോൾ വചനം അയച്ചു എന്നതിന്റെ അർത്ഥം പിതാവ് അയച്ച വചനമാണ് ജഡമായി ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ജഡത്തിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപം വസിച്ചത്. നമുക്ക് അനേക വാക്യങ്ങളിലൂടെ നമുക്കിത് തെളിയിക്കാൻ കഴിയും. എന്നാൽ ഇത്തരം ആളുകൾക്ക് ഒരിക്കലും ഈ കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള കൃപ ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 26-ാമത്തെ വാക്യം, 11-ന്റെ 26-ാമത്തെ വാക്യത്തിൽ അതേ പിതാവേ 25 മുതൽ വായിച്ചു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. ഇപ്പൊ ചോദിക്കും, യേശു പിതാവിനെ വിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്രൻ ദൈവമാണ്, പിതാവിനോട് യേശു വിളിച്ചു എന്നല്ലേ വായിക്കുന്നത്. പക്ഷെ യേശു ആരാണ്? ഇവിടെ ജഡത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്, അല്ലേ? ഇപ്പൊ ഇവര് പറയുന്ന ഈ യേശു പുത്രൻ തമ്പുരാനാണെങ്കിൽ കത്തോലിക്കര് പറയുന്ന പുത്രൻ തമ്പുരാന്റെ അമ്മ എന്ന് പറയുന്ന ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇവര് പറയുന്ന വ്യവസ്ഥ പ്രകാരമാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ അമ്മയാണ്. ആര്? മറിയം. അപ്പം മറിയെ പ്രസവിച്ചത് ദൈവത്തെയാണെന്ന് വരും, അല്ലേ?
അപ്പൊ അവർക്ക് മൂന്നും ദൈവമാണല്ലോ, മൂന്നും ദൈവമാണ്. അപ്പം രണ്ടാമത്തവന്റെ അമ്മ ദൈവത്തിന്റെ അമ്മയായി മാറും. എന്നാൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ലോകത്തിലേക്ക് വന്നു. അപ്പൊ യേശുവിനറിയാം, യേശുവിന്റെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. എന്നാൽ യേശു എന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനാണ് പിതാവിനോട് പറയുന്നത്, രക്ഷകൻ എന്നുള്ള നിലയിൽ അവൻ മനുഷ്യനാണ്, വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ മനുഷ്യന്റെ ബന്ധുവായ മനുഷ്യനാണ്, മനുഷ്യന്റെ സൃഷ്ടികർത്താവായ പിതാവ് എന്നുള്ള നിലയിൽ അവനിലുള്ള ആത്മാവ് ദൈവമാണ്. അവൻ ഭൂമിയിൽ നിന്ന് പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ എല്ലാ തലമുറയിലും ദൈവത്തിന്റെ മർമ്മങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ ദൈവം ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി. ശിശുക്കളെ പോലെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് തികച്ചും ദൈവികമായ കാര്യത്തിൽ മാത്രം മതി. മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ നമ്മൾ അംഗീകരിക്കരുത്. ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ ആലോചന, ദൈവവചനം നമ്മോട് പറയുന്നത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അതിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ പാസ്റ്ററോട് പോയി ചോദിക്കാനോ ഒന്നും ചെയ്തിട്ടുള്ള രക്ഷ. ഞാൻ പറയുന്ന ട്രിനിറ്റി പാസ്റ്റർമാരോട് ചോദിക്കരുതെന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരുടെ പാസ്റ്ററോട് ചോദിക്കട്ടെ. നമ്മൾ പറയുമ്പോൾ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യം അത്. പറഞ്ഞൊക്കെ പാസ്റ്ററോട് പോയി ചോദിക്കും. പാസ്റ്ററോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ സമ്മതിക്കുമോ? ദൈവം ഏകനാണെന്ന് ഒരു ബ്രദർ ഞങ്ങളോട് പറഞ്ഞു, ബൈബിളിൽ നിന്ന് കാണിച്ചു തരികയും ചെയ്തു. അത് ശരിയാണോ പാസ്റ്റർ എന്ന് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ സമ്മതിക്കുമോ? സമ്മതിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം അവരെ പോലുള്ള ആളുകൾക്ക്, ക്രിസ്റ്റോളജിയും തിയോളജിയും പഠിച്ചവരെ സംബന്ധിച്ച് അവർക്ക് മറക്കപ്പെട്ട കാര്യമാണിത്. അവരതിനു പകരം യേശു പിതാവിനോട് പ്രാർത്ഥിച്ചതും യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ചതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിതാവ് എന്നെ അയച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. വിശ്വാസി തൽക്കാലത്തേക്ക് തൃപ്തിപ്പെട്ടു പോരും. പിന്നെ സംശയമുണ്ടായി, മുൻ നിയമിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു പക്ഷേ അവൻ രക്ഷപ്പെട്ട് പുറത്തു വരും. അല്ലെങ്കിൽ തൽക്കാലം അവന് തൃപ്തിയായി, കാരണം ദൈവം മൂന്നാണെന്നുള്ള കാര്യം അവൻ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. തീർച്ചയായിട്ടും ഈ ശിശുക്കൾ എന്നുള്ളത് അപ്പോസ്തലന്മാരായിരുന്നു. അവർക്കാണ് ഈ ശിശുക്കളുടെ മനസ്സുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 13:11 നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ മർമ്മം, രഹസ്യങ്ങൾ ദൈവം ഉപമകളായിട്ട് പ്രസ്താവിച്ചു. അത് പലപ്പോഴും കുറച്ചിവിടെയും കുറച്ച് അവിടെയുമായിട്ട് പ്രസ്താവിച്ചു. നമുക്കറിയാം, നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ ഏകദൈവത്തെക്കുറിച്ച് ഈ 66 അധ്യായങ്ങളൊന്നും എഴുതണം. ഒരധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ എഴുതി വെച്ചാൽ ആർക്കും വിശ്വസിക്കാമായിരുന്നു. എന്നാൽ കുറച്ചിവിടെയും കുറച്ച് അവിടെയും ദൈവം പല കാലഘട്ടങ്ങളിൽ പലപ്പോഴായി പലരിലൂടെ എഴുതി. ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചവർ, ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ദൈവത്താൽ മുൻകുറിക്കപ്പെട്ടവർ, ആ രക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ, ശീമോനെ പോലെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവര് ഈ പുസ്തകത്തിൽ അന്വേഷിച്ച് കണ്ടെത്തും. നമുക്കറിയാം, പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 34:16 നാം വായിക്കുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പിൻ, അതിലൊന്നും കാണാതിരിക്കത്തില്ല. എന്ന് വെച്ചാൽ യഹോവയുടെ പുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്ത് എവിടെയുമില്ല. ലോകത്ത് ഉണ്ടായിരുന്നതും ഇന്നുള്ളതും ഇനി വരുവാനുള്ളതെല്ലാം, എല്ലാത്തിനെ സംബന്ധിച്ച് എവിടെയുണ്ട്? യഹോവയുടെ പുസ്തകത്തിലുണ്ട്. മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരിടത്ത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അതിനിണയും ഇല്ലാതെ ഇരിക്കത്തില്ല. അപ്പോൾ 1600 സംവത്സരങ്ങൾ കൊണ്ട് 40-ലേറെ ആളുകളാൽ, മുക്കുവന്മാരും കൃഷിക്കാരും ചുങ്കക്കാരും
പഠിപ്പില്ലാത്തവരുമായ മനുഷ്യരെ കൊണ്ട് ദൈവം അത് എഴുതിച്ചു. എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമാന്മാരാണെങ്കിൽ പല കാര്യങ്ങളും എഴുതുക. ഇപ്പോ ഒരു ബുദ്ധിമാനോട് പറയുകയാണ് കന്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ പറയും അത് നടക്കുന്ന കാര്യമല്ല, അത് വെറും വിഡ്ഢിത്തമാണെന്ന് പറയും. എന്നാൽ അത് ദൈവത്തിന്റെ ഒരു പ്രവാചകനോട് പറയുകയാണ്, ദൈവത്തെ ദൈവമായി കാണുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകളെ ദിവ്യമായി കാണുന്ന ഒരുവൻ ദൈവത്തിന്റെ വാമൊഴി എന്താണോ, ദൈവം സംസാരിക്കുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വെക്കും, അവൻ അങ്ങനെ തന്നെ പ്രസ്താവിക്കും. അതിനെതിരെ ആ നാട്ടിലെ പ്രഭുക്കന്മാരോ അന്നത്തെ സംവിധാനങ്ങളോ ശാസ്ത്രജ്ഞന്മാരോ എഴുന്നേറ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇല്ല എങ്കിൽ നിങ്ങൾക്കില്ല, എന്നെ സംബന്ധിച്ചുണ്ട്. കാരണം ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവമാണ്. അവന് കഴിയാത്തതായി ഒന്നുമില്ല. അവൻ മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യിക്കുക തന്നെ ചെയ്യും. മഴ ഉണ്ടായിട്ടുണ്ടോ, ആകാശത്തിൽ വെള്ളമുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ എന്റെ ദൈവത്തിന് ആകാശത്തിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ, അവിടുന്ന് മഴ പെയ്യിക്കാൻ കഴിയും. എന്റെ ദൈവം ഇല്ലാത്തിടത്ത് ഉള്ളത് ഉണ്ടാക്കുന്നവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജ്ഞാനികൾക്കും വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും പണ്ഡിതന്മാർക്കും കുലീനന്മാർക്കും ശാസ്ത്രികൾക്കും താർക്കികന്മാർക്കും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസത്തിന്റെ വരം ഉണ്ടാകണം. അങ്ങനെയുള്ള വരം ഉള്ള ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ മാത്രമേ ന്യായപ്രമാണത്തിൽ മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വിശ്വസിക്കാൻ കഴിയാത്ത സംശയാലുക്കളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എമ്മാവുസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്കും അവരുടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അവർ പ്രത്യാശ വെച്ചിരുന്നവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചത് നടത്തേണ്ടുന്നവൻ ഈ ലോകം വിട്ടുപോയപ്പോൾ അത് നടത്താൻ കഴിയാതെ പോയി. അവരുടെ ആശയും അവരുടെ പ്രത്യാശയും നഷ്ടപ്പെട്ട് നിരാശയിൽ നിബന്ധിച്ചപ്പോൾ കർത്താവ് അവർ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ സങ്കീർത്തനങ്ങളും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിൽ കടക്കേണ്ടതെന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം സേവിക്കുന്ന, നാം സ്വീകരിച്ചു പറയുന്ന രക്ഷിതാവായ ദൈവം അവൻ തൃത്വത്തിൽ രണ്ടാമനല്ല. അവൻ ഏക സത്യ ദൈവത്തിന് നമ്മളോടുള്ള കരുണയും നമ്മോടുള്ള വിശ്വസ്തതയും നിമിത്തം നമ്മളെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നും വീണ്ടെടുത്ത് നിത്യമായ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മളോട് പാർപ്പിച്ച് യെശയ്യാ 7:14 പറയുന്ന നമ്മോടുകൂടെയുള്ള ദൈവമായി അവൻ നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് നമ്മെ വീണ്ടും ചേർത്ത് അവനുണ്ടാക്കുന്ന പുതിയ രാജ്യത്തിൽ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമായി അവൻ ഒരിക്കൽ കൂടി ഈ ലോകത്ത് താൻ വീണ്ടെടുക്കപ്പെട്ടവരുമായി തന്റെ രാജ്യം സ്ഥാപിച്ച് നിത്യം വാഴുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്തു പറയുന്നു, തിയോളജി എന്ത് പറയുന്നു, ക്രിസ്റ്റോളജി എന്ത് പറയുന്നു, ശാസ്ത്രികൾ എന്ത് പറയുന്നു, ഇതൊന്നും നമുക്ക് വിഷയമല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ ഉറപ്പിക്കപ്പെട്ട വചനത്തെ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. ദൈവത്തിന്റെ വചനം ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് അളന്ന് തൂക്കി അതിന്റെ ബലം നിശ്ചയിക്കാനുള്ളതല്ല. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും എന്നുള്ള നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹത്തായ ഈ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ കൊറിന്തിൽ വായിച്ചതുപോലെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകപ്രകാരം നമ്മൾ ജ്ഞാനികളില്ല, ബുദ്ധിമാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല, ബലവാന്മാരേറെയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവയെല്ലാം ഉടച്ചു വാർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 മഹാന്മാരേ ഉള്ളൂ. ഒന്ന് മോശയും ഒന്ന് പൗലോസുമാണ്. മോശ എല്ലാ തരത്തിലും നൈപുണ്യം പ്രാപിച്ച ഈജിപ്തിലെ ആയോധന കലകളിൽ, ഈജിപ്തിലെ അതുപോലെ യുദ്ധാഭ്യാസത്തിലൊക്കെയും പരിജ്ഞാനം പ്രാപിച്ചവനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഹോറേ പർവ്വതത്തിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ സമയത്ത് കേവലം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ
തനിക്ക് സമ്മതിക്കേണ്ടി വന്നു. തനിക്ക് കഴിവില്ല, എനിക്ക് പകരം മറ്റാരെങ്കിലും അയക്കണം. തന്നെത്താൻ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ വിടുവിക്കാൻ തന്റെ ശക്തിയും ബലവും ഉപയോഗിച്ച് ഇറങ്ങി പുറപ്പെട്ടവൻ, കഴിവുണ്ടെന്ന് വിശ്വസിച്ചവൻ, കഴിവുണ്ടെന്ന് ആളുകളാൽ അംഗീകരിക്കപ്പെട്ടവൻ. എന്നാൽ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ അവൻ പറഞ്ഞു, എനിക്ക് കഴിവില്ല, ഞാൻ വിക്കനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനെ ഉടച്ചു വാർത്തു. അവനുണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ തന്നെത്താൻ അവൻ ശൂന്യനായി തീർന്നു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം, നീ പോക, ഞാൻ കൂടെ വരാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ തന്നെത്താൻ ഇറങ്ങിപ്പോയവനാണ്. അതേപോലെ പൗലോസിനെയും അവന്റെ സാവുള്ളായിരുന്ന കാലഘട്ടത്തിൽ തന്റെ പാണ്ഡിത്യവും ബുദ്ധിയും കഴിവും മിടുക്കും അന്നത്തെ ഏറ്റവും ഉന്നതമായ, ഇന്നത്തെ PhD പോലെയായിരുന്നു ഗമാലിയൽ കോളേജ് ഓഫ് തിയോളജിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ പൗലോസ് സൗൾ എന്ന വ്യക്തി കേവലം കണ്ണ് ചിമ്മുന്ന ഒരു പ്രകാശത്തിന്റെ ശോണിമയിൽ നിലത്ത് വീണതോടുകൂടി അവന്റെ പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം അവനിൽ നിന്ന് ചോർന്നുപോയി. താൻ തന്നെ സ്വയം പറയുന്നത് ചവറന്നെണ്ണി എന്ന് പറയുന്നു. എന്നിട്ട് ദൈവം അവനെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ കോളേജ് തിയോളജിയന്മാർക്കും ദൈവത്തെ ശാസ്ത്രീയമായി പഠിച്ചവർക്കുമുള്ളതല്ല. അങ്ങനെയുള്ളവർ ശൂന്യമായി തീരണം. ശൂന്യമാകുന്നവനാണ് ദൈവത്തെ അറിയാൻ കഴിയുകയുള്ളൂ. ജീവനുള്ള ദൈവത്തെ അറിയണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ ശൂന്യമാക്കണം. ക്രൂശിന്റെ പാദപീഠത്തിലേക്ക് വരണം, ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരണം. ഒന്നും അറിയില്ല, കഴിവില്ല, ശക്തിയില്ല, എന്നെ സഹായിക്കണമെന്ന് പറയണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ നിറയ്ക്കും. ദൈവം തന്റെ പരിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നിറയ്ക്കും. നമ്മളുടെ നിറവിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം കൂടുതൽ കൂടുതലായി ദൈവം നമ്മെ നിറയ്ക്കും. നാം നിറയും തോറും നാം എളിമയും വിനയമുള്ളവരായി തീരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ നെൽക്കതിര്, ഗോതമ്പ് കതിരൊക്കെ കാണുന്നത്. അതിന്റെ പാൽ നിറയുകയും അത് ഉറച്ചു വരികയും ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അത് കുനിഞ്ഞു കുനിഞ്ഞു വരും. എന്നാൽ അതിനകത്ത് നെല്ലിന്റെ ഷേപ്പ് ഉണ്ടെങ്കിലും അതിനകത്ത് കാമ്പില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അത് തല ഉയർത്തി തന്നെ നിൽക്കും. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കാമ്പുള്ള, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള, ദൈവത്തിന്റെ ആത്മാവുള്ള, ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവത്താൽ മുൻകുറിക്കപ്പെട്ട ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നിറവ് വർദ്ധിച്ചു വരും തോറും അവരുടെ തലയെ കുനിക്കും. മഹത്വം മുഴുവൻ കർത്താവിന് കൊടുക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നതായി അനേക പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തി. അവൻ നസ്രത്തുകാരൻ ജോസഫിന്റെ മകനായ യേശു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആ യേശു എന്നുള്ളത് നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ നാമമാണ്. അത് യഹോവ വീണ്ടെടുക്കാൻ വേണ്ടി സ്വീകരിച്ച നാമമാണ്. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യഹോവയാണ്. പക്ഷേ അവൻ വീണ്ടെടുത്തത് യേശുക്രിസ്തു എന്ന ജഡത്തിലാണ്. ആ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ സേവിപ്പാൻ, അവൻ അർഹിക്കുന്ന ബഹുമാന ആദരവുകൾ കൊടുക്കാൻ, ആ ഏക ദൈവത്തെ അറിയാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസ്ഥലിൽ നന്ദിയോടുകൂടി ആയിരിക്കാം. ദൈവവചനത്തെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ പഠിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിൾ വായിക്കുന്നവരും പഠിക്കുന്നവരും അതിനെ ധ്യാനിക്കുന്നവരുമായി, അതിനെ അനേകരുടെ മുമ്പിൽ ഉയർത്തുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.